നമസ്കാരം എല്ലാ അച്ഛന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പോൾ 20,000 രൂപക്ക് ഒരേ ഒരു രാജാവേ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ളൂ. അതായത് നമ്മുടെ സ്വന്തം പോക്കോ X3 Pro ആണ് ഇപ്പോൾ 20,000 രൂപക്ക് മാർക്കറ്റിൽ ഏറ്റവും നല്ലൊരു ഫോണായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് തരുന്ന ഒരു ഫോണായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ഡിവൈസാണ് നമ്മുടെ സ്വന്തം പോക്കോ X3 Pro. സോ ആ ഒരു പോക്കോ X3 Proൻ്റെ ഒരു അൺബോക്സിങ്, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ക്യാമറ റിവ്യൂ അങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസ് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ പോക്കോ X3 Proൻ്റെ അൺബോക്സിങ്ങും അതേപോലെ തന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും ഒരു ചെറിയ റിവ്യൂ. ഓക്കെ, സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, അതിൻ്റെ അൺബോക്സിംഗും തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരുപാടധികം പ്രത്യേകതകളുള്ള സ്നാപ്ഡ്രാഗൺ 860 അതേപോലെ തന്നെ UFS 3.1 സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു 20,000 രൂപക്ക് താഴെ വരുന്ന ഒരു വൺ ഓഫ് ദ കിടുക്കാച്ചി വേറെ ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു ഫോണില്ല ഗൈസ്. ഓക്കെ, മാർക്കറ്റിൽ. അപ്പോൾ ആ ഒരു ഫോണിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. എങ്ങനെയുണ്ട് ഈ ഫോണിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് തരാം. പോക്കോ X3ൻ്റെ പോലെ തന്നെയാണെന്നൊക്കെ നോക്കാം. സോ ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ അൺബോക്സിങ് വീഡിയോ ജസ്റ്റ് നമുക്ക് ക്വാളിറ്റിയിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു 360p യൂട്യൂബിൽ ഈ വീഡിയോ ഇട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ചെറിയൊരു ക്വാളിറ്റി പ്രശ്നം നമ്മുടെ അൺബോക്സിങ് വീഡിയോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് ക്ഷമിച്ചുകൊണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോക്കോ X3 Proൻ്റെ ബോക്സ് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ പോക്കോ X3ൻ്റെ സെയിം പാറ്റേണിലുള്ള ബോക്സ് ആണ്. സോ നമുക്ക് എന്തായാലും നമ്മുടെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒപ്പം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക പൗച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ബോക്സും കൂടി കിട്ടും. പൗച്ച് നമ്മുടെ പോക്കോ X3ൻ്റെ സെയിം പൗച്ചിനാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. സോ നമ്മുടെ ഫോണൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, അതിൽ നിന്ന് എടുത്ത് നോക്കാം. ഫോണാണ് അടുത്തതായിട്ട് നമ്മുടെ ബോക്സിലുള്ളത്. സെയിം നമ്മുടെ എന്താ ഡാർക്ക് ഗ്രേ ആയിരുന്ന ഒരു കളറാണ്, നമ്മുടെ പോക്കോ X3ൻ്റെ സെയിം കളറിനാണ് നമ്മൾ ഈ ഫോൺ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സെയിം പോക്കോ X-ൻ്റെ ഡിസൈൻ തന്നെയാണ്. പക്ഷേ പോക്കോ എന്നുള്ള ബ്രാൻഡിങ്ങിൽ ചെറിയൊരു കളർ വ്യത്യാസവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പോക്കോ. സോ നല്ല രീതിയിലുള്ളൊരു ഫോണാണ് കേട്ടോ. താഴെയായിട്ട് നമുക്ക് ചാർജിങ് പോർട്ടും അതേപോലെ തന്നെ സ്പീക്കർ ഗിൽസും മറ്റേ ഇയർഫോൺ ജാക്കും ഒക്കെയാണ് ഉള്ളത്. സൈഡിലായിട്ട് എന്ത് സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻറ്റും വോളിയം റോക്കേഴ്സും ഉണ്ട്. സോ നമുക്ക് എന്തായാലും നമ്മുടെ ഫോൺ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ബൂട്ടപ്പ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ. സോ കേസ് അപ്പോൾ ഓൾമോസ്റ്റ് ഫോണ് സെയിം പോക്കോ X-ൻ്റെ ഡിസൈനും കാര്യങ്ങളും കേട്ടോ. എല്ലാം നമുക്ക് സെയിമാണ്. എല്ലാം യൂസർ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിലും എല്ലാം ഓൾമോസ്റ്റ് നമ്മുടെ സ്വന്തം പോക്കോ X-ൻ്റെ അതേപോലെ തന്നെയാണ്. സോ നമ്മുടെ ഫോണിപ്പോൾ ബൂട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്മൂത്തുള്ള ഒരു 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണാണ് നമ്മുടെ പോക്കോ X3 Pro. നമ്മുടെ പോക്കോ X3ലും ഈ സെയിം ഡിസ്പ്ലേ തന്നെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ഫോണും കണ്ടാൽ ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ബാക്ക് ഭാഗം കാണാതെ ഏതാണ് പോക്കോ X3 എന്നും X3 Pro എന്ന് മനസ്സിലാവില്ല. അത്യാവശ്യം നല്ല സ്മൂത്തുള്ള ഡിസ്പ്ലേ കേട്ടോ. പോക്കോ X3 പോലെ തന്നെ സ്മൂത്ത്നെസ് ആയിട്ടുള്ള ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള റിയാലിറ്റി ഫ്ലോ ഉള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് നമ്മുടെ പോക്കോ X3 Proയിലും വന്നിട്ടുള്ളത്. സോ ആ ഒരു കാര്യത്തിൽ വേറെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും പോക്കോൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയൊക്കെ തന്നെ കേട്ടോ. ഒരു കിടക്കാച്ചി അൺബോക്സിംഗ് തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഗൈസ്, അപ്പോൾ നിങ്ങൾ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ കണ്ടുവന്നില്ല അല്ലേ? കുഴപ്പമില്ല, ചെറിയൊരു ക്വാളിറ്റി നമ്മൾ അൺബോക്സിംഗ് വീഡിയോ വന്നിട്ടുണ്ട്, എല്ലാവർക്കും ക്ഷമിക്കാം. സോ നമ്മുടെ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പോക്കോ X-ൻ്റെ ഡിസ്പ്ലേ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷനായിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കോ X-ൻ്റെ സെയിം ഡിസ്പ്ലേ വന്നിട്ടുള്ളത് 120 ഹെർട്സിൻ്റെ ഒരു 6.67 ഇഞ്ച് ഒരു IPS LCD ഡിസ്പ്ലേ ആണ് നമ്മുടെ പോക്കോ X3 പോലും വന്നിട്ടുള്ളത്. സെയിം പോക്കോ X-ൻ്റെ ഡിസ്പ്ലേ ആയിരുന്നു. 20:9 ആസ്പെക്ട് റേഷ്യോ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക ഗോറില്ല ഗ്ലാസിൻ്റെ 6ൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. മറ്റേതില്ല, നമ്മൾ പോക്കോ X-ൽ 5 ആയിരുന്നു. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പോക്കോക്കാർ ഗോറില്ല ഗ്ലാസ് 5ന് മാറ്റി പകരം 6 കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. 450 നിറ്റ്സാണ് ബ്രൈറ്റ്നസ് ലെവൽ പറഞ്ഞത്. അതേപോലെ തന്നെ PPI നോക്കുകയാണെങ്കിൽ പിക്സൽ പെർ ഇഞ്ച് നോക്കുകയാണെങ്കിൽ 395 PPI ആണ്. അങ്ങനെ ഡിസ്പ്ലേയിൽ അങ്ങനെ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തു തന്നെ ഉള്ളൂ. അതാണ് പോക്കോ X3 Proൻ്റെ ഒരു X3ൻ്റെയും X3 Proൻ്റെ നമ്മുടെ ഡിഫറൻസ് ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത്. മെയിനായിട്ട് ആ ഒരൊറ്റ കാര്യം മാത്രമുള്ളൂ. അതായത് പോക്കോ X3ൽ ഒരു ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ആയിരുന്നു, ഇവിടെ ഒരു ഗോറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷനാണ്. അതേപോലെ തന്നെ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കാരണം രണ്ടിലും HDR10+ൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു കിടുക്കാച്ച ഡിസ്പ്ലേ കേട്ടോ. പോക്കോൻ്റെ IPS LCD ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ. ഞാനൊരു പോക്കോ X3 യൂസറാണ്. സോ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ, നല്ല രീതിയിൽ മൂവിങ് കാണാൻ പറ്റുന്ന ഒരു കിടുക്കാച്ച ഡിസ്പ്ലേ തന്നെയാണ് നമ്മുടെ പോക്കോ X3ലും X3 പോലൊക്കെ വന്നുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമ്മളതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഈ മാർക്കറ്റിൽ രാജാവാക്കാൻ കാരണം ഒരേ ഒരു കാര്യമാണ് ഇതിൻ്റെ പ്രോസസ്സർ. അതായത് സ്നാപ്ഡ്രാഗൺ 860 എന്ന് പറഞ്ഞുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഒരു കില്ലിംഗ് പ്രോസസ്സറാണ് നമുക്ക് ഇതിൽ വന്നുള്ളത്. 2.96 GHz ഒക്ടാ കോർ പ്രോസസ്സറാണ് നമ്മുടെ പോക്കോ X3 Pro വന്നിട്ടുള്ളത്. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് കേസ് പോക്കോ X3 Pro ഈ ഒരു റേഞ്ചിലേക്ക് എത്തിയില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും സ്നാപ്ഡ്രാഗൺ 860 പോലത്തെ ഒരു കിടുക്കാച്ചി വേറെ ലെവലായിട്ടൊരു പെർഫോമൻസ് കിട്ടുന്ന ഒരു പ്രോസസ്സർ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ഫോണിലും കാണാൻ സാധിക്കില്ല. ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് പോക്കോ X3 Pro എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ കാരണം.
ആ ഒറ്റ പെർഫോമൻസ് കാരണം മാത്രമാണ്. സോ സ്നാപ്ഡ്രാഗൺ 860 പറഞ്ഞാൽ നല്ലൊരു പ്രൊസസ്സറാണ്. മാത്രമല്ല ആൻഡ്രോയിഡ് 11 ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. പോക്കോ X3 ആൻഡ്രോയിഡ് 10 ആയിരുന്നു. അതേപോലെ തന്നെ MIUI 12 കിട്ടുന്നുണ്ട്. സോ അങ്ങനെ എല്ലാം വലിയ എന്താ പറയുക കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെയാണ് പോക്കോ X3 വെച്ച് നോക്കുമ്പോൾ നമ്മളെ പോക്കോ X3 പോലെ വന്നുള്ളത്. പിന്നെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ Adreno 640 വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ പോക്കോ X3യിൽ അത് Adreno 618 ആയിരുന്നു, ഇതിൽ 640 വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കൂടുതൽ മാറ്റങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ UFS 3.1 ആണ് സ്റ്റോറേജ് കേട്ടോ. അത് മെയിനായിട്ട് കാര്യമാണ്, കാരണം നല്ല രീതിക്ക് സ്റ്റോറേജ് ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ റാം നോക്കുകയാണെങ്കിൽ LPDDR4Xൻ്റെ റാം തന്നെയാണ് ഇതിലും പോക്കോ X3 Proയിലും യൂസ് ചെയ്തിട്ടുള്ളത്. യെസ്, അപ്പോൾ പിന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് തന്നെ നോക്കേണ്ടി പോകുന്നത് ചെറിയൊരു മാറ്റം പോക്കോ കൊണ്ടുവന്നുള്ളത് X3നും X3 Proനും കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഡൗൺ ഗ്രേഡ് വന്നുള്ളത് നമ്മുടെ X3 Proൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം X3യിൽ 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ ആയിരുന്നു, X3 Proയിൽ അത് 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ ആക്കിയിട്ട് അവർ ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സെൻസറും സോണി IMX668 ആയിരുന്നു, ഇവിടെ സോണി IMX5 ഒക്കെ കൊടുക്കുന്നു തോന്നുന്നു, എനിക്ക് കറക്റ്റ് നമ്പർ അറിയില്ല. സോ അത് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിലും ഒരു കോഡ് ക്യാമറയാണ് നമ്മളെ പോക്കോ X3 Proയിൽ വന്നുള്ളത്. 48 മെഗാ പിക്സൽ ഒരു പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ക്യാമറ, 2 മെഗാ പിക്സൽ ഒരു മാക്രോ, 2 മെഗാ പിക്സൽ ഒരു മോണോ സെൻസറാണ് വന്നുള്ളത്. പോക്കോ X3 പോലെ 64, 12, 8, 2 അങ്ങനെ ആയിരുന്നു തോന്നുന്നു. കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതൽ പോക്കോ X3യിലായിരുന്നു എനിക്ക് തോന്നി. കാരണം രണ്ടും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. നമ്മൾ അത്യാവശ്യം നല്ല ക്യാമറ സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും കൂടുതൽ നമുക്കൊക്കെ പിന്നെ എന്തായാലും ക്യാമറ റിവ്യൂ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ജസ്റ്റ് കുറച്ച് ക്യാമറ സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് എങ്ങനെ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ക്യാമറ സാമ്പിൾസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെ ഉണ്ടോ, നല്ല രീതിയിൽ ക്വാളിറ്റി കിട്ടുന്നത്. പക്ഷേ പോക്കോ X3നും ഇതിനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ രണ്ട് ഫോട്ടോ ഒപ്പം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പിന്നെ ഇതിലെ വീഡിയോ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, സാധാ വലിയ കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക വീഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ അൾട്രാ സ്റ്റെബിലൈസേഷൻ മോഡ് ഓൺ ആക്കി നോക്കുമ്പോൾ ചെറിയൊരു എന്താ പറയുക ക്വാളിറ്റി ലോസ്, ചെറിയല്ല അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ലോസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാമറ റിവ്യൂ ചെയ്യുമ്പോൾ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് കുറഞ്ഞിട്ട് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എന്താണ് ക്വാളിറ്റി ഉണ്ടോ, വീഡിയോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നോർമൽ വീഡിയോ ഒക്കെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കുമ്പോൾ മാത്രമേ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണുന്നുള്ളൂ. സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് വലിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ല കേസ്. അത്യാവശ്യം നല്ലൊരു കിടക്കാച്ച് ക്യാമറ നമ്മൾ പോക്കോ X3 പോലെ വന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 5160 mAh ബാറ്ററി വരുന്നുണ്ട്, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് അല്ല, അതേപോലെ തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ അല്ല, ഒരു IPS LCD ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക ഫേസ് അൺലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് 2 സിം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിം മെമ്മറി കാർഡ്. അങ്ങനത്തെ ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് നമ്മുടെ പോക്കോ X3 പോലും X3യിലും വന്നുള്ളത്. സോ വലിയധികം വ്യത്യാസങ്ങളൊന്നും പോക്കോ X3 വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ പോക്കോ X3യിൽ വന്നുള്ള സ്നാപ്ഡ്രാഗൺ 720യും ഇവിടെ സ്നാപ്ഡ്രാഗൺ 860 ഒരു കില്ലിംഗ് പ്രോസസ്സറാണ്. സോ ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് പോക്കോ X3 എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത്. സോ ഒരു അത്യാവശ്യം നല്ലൊരു കിടക്കാച്ച് ഫോണാണ്, എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും. സോ നമ്മൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആയിട്ടാണ് ചെയ്തത്, ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ അല്ല. സോ നമുക്ക് മാക്സിമം ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്യാമറ റിവ്യൂ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ കുറഞ്ഞിട്ടിട്ട് നമ്മൾ ക്യാമറൻ്റെ എല്ലാ രീതിയിലുള്ള എന്താ പറയുക ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കണം. സോ അങ്ങനത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ കേസ് അപ്പോൾ നമുക്ക് ഈ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചേർക്കുന്നു. കിടക്കാച്ച് ഫോൺ കേട്ടോ. നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ എടുക്കുകയാണെങ്കിൽ ഓൺലൈനിലായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇങ്ങനത്തെ ടെക്നോളജി പറയാനുള്ള എല്ലാ അപ്ഡേറ്റ്സും വളരെ രസകരമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. സോ നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ചൊക്കെ മടിയാണെങ്കിലും അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മോട്ടീവായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ടെക്നോളജി പരമായുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടിട്ടോ. അതുവരെ ഗുഡ് ബൈ.